ഹായ് ഓൾ, ഇന്ന് നമ്മൾ നമ്മുടെ കിച്ചൺ ഫോട്ടോഗ്രാഫിയിലുള്ള എഗ് ഫ്ലവറിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി അഡോബ് ലൈറ്റ് റൂം, സ്നാപ്സീഡ് എന്നീ 2 ആപ്പുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ ഇമേജിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇമേജ് നമുക്ക് അഡോബ് ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അഡോബ് ലൈറ്റ് റൂമിലെ കളർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വൈബ്രൻസ്, സാച്ചുറൈസേഷൻ എന്നിവ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 20 to 30 ആ റേഞ്ചിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തായിട്ട് മിക്സിൽ പോയിട്ട് ഓറഞ്ച് സെലക്ട് ചെയ്യുക. ഓറഞ്ചിൻ്റെ ഹ്യൂ ഒരു 2 അഡ്ജസ്റ്റ് ചെയ്യുക. സാച്ചുറൈസേഷൻ ഒരു 25, ലൂമിനൻസ് നമുക്കൊരു 15-16 ആ റേഞ്ചിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് എഫക്ട്സിലേക്ക് പോകാം. എഫക്ട്സിൽ ക്ലാരിറ്റി കുറച്ച് കൂട്ടി കൊടുക്കുക. ഡിഹേസ് അത്യാവശ്യം കുറച്ച് കൊടുക്കുക. ഒരു -20 to 25 ആ റേഞ്ചിൽ. വിഗ്നെറ്റ് നല്ല രീതിയിൽ കുറച്ച് കൊടുക്കുക. ഒരു -15 to 20. അടുത്തായിട്ട് റൗണ്ട്നെസ് നമുക്കൊരു +20 മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് മിഡ് പോയിൻ്റ് ഒരു 40 to 45 ആ റേഞ്ചിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽസിൽ പോയിട്ട് നോയ്സ് റിഡക്ഷൻ, കളർ നോയ്സ് റിഡക്ഷൻ ഇത് രണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒപ്റ്റിക്സിൽ പോയിട്ട് റിമൂവ് ക്രോമാറ്റിക് അബ്രഷൻ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റ്നസ്സും ആ സെൻറ്ററിലുള്ള ഓറഞ്ച് ഷെയ്ഡും നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഇമേജിന് എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രീനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മിക്സിൽ പോയിട്ട് ഗ്രീന് സാച്ചുറൈസേഷൻ ഒരു 20 to 30 ആ റേഞ്ചിലേക്ക് അഡ്ജസ്റ്റ് കൊടുത്താൽ മതി. ലൂമിനൻസ് ഒരു 30 to 35 ആ റേഞ്ചിലേക്ക് അഡ്ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലീവ്സ് വരുന്ന ഭാഗങ്ങളിൽ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അടുത്തായിട്ട് ലൈറ്റിൽ പോയിട്ട് നമുക്ക് വൈറ്റ് കുറച്ച് കൂട്ടി കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റ്നസ് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള റിഫ്ലക്ഷൻസ് കുറക്കാൻ വേണ്ടിയിട്ടും അതിലുള്ള മാർക്കുകൾ കുറക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ബ്ലാക്ക് നല്ല രീതിയിൽ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ട് മാറും. നമുക്ക് വൈറ്റ് ഒരു 35, 40, 50 ആ റേഞ്ചിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് നമുക്കൊരു -25 to 30 ആ റേഞ്ചിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലൈറ്റ് റൂമിലുള്ള എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. എന്നിട്ട് സ്നാപ്സീഡിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. സ്നാപ്സീഡിൽ നമുക്ക് ആദ്യം തന്നെ ഡീറ്റെയിൽസിൽ പോയിട്ട് നമ്മുടെ ഇമേജിൻ്റെ ഷാർപ്നെസ് കുറച്ച് കൂട്ടി കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ടൂൺ ഇമേജിൽ പോയിട്ട് ബ്രൈറ്റ്നസ് -100 മാറ്റുക. സാച്ചുറൈസേഷനും ആംബിയൻസ് നല്ല രീതിയിൽ കൂട്ടി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷാഡോസ് നല്ല രീതിയിൽ കുറച്ച് കഴിഞ്ഞാൽ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളി ഇമേജ് തന്നെ നല്ല രീതിയിൽ ഡാർക്കിലേക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കായി മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യേണ്ടത് വ്യൂ എഡിറ്റ്സിൽ പോയിട്ട് നമ്മുടെ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത ടൂൺ ഇമേജ് സെലക്ട് ചെയ്യുക. സ്റ്റാക്ക് എ ബ്രഷ് കൊടുക്കുക. നമ്മുടെ എഗ്ഗിൻ്റെ ഭാഗവും അതുപോലെ തന്നെ അടിയിലുള്ള ലീവ്സിൻ്റെ ഭാഗവും നമുക്ക് മായ്ച്ചെടുക്കാം. അടുത്തതായിട്ട് ടൂൾസിൽ പോയിട്ട് വിഗ്നെറ്റ് സെലക്ട് ചെയ്യാം. ഔട്ടർ ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ കുറച്ച് കൊടുക്കുക. ഇന്നർ ബ്രൈറ്റ്നസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കൂട്ടി കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള എഡിറ്റിങ്. അടുത്തായിട്ട് നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്